ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ചൂട് ക്ലൈമറ്റിൽ കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കുലുക്കി സർബത്താണ് തയ്യാറാക്കുന്നത്. പച്ചമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ കുലുക്കി സർബത്ത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ വരുന്ന ആ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്പെഷ്യൽ കുലുക്കി സർബത്ത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ചെനച്ച മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഴുത്ത മാങ്ങ ആവശ്യമില്ല, നമുക്ക് ചെനച്ച മാങ്ങയാണ് ഇതിന് ഏറ്റവും ബെറ്റർ. പിന്നെ ഇതിലേക്ക് ഇടാനായിട്ട് ഒരു പച്ചമുളക്, ഒരു ചെറുനാരങ്ങയുടെ നീരും ആവശ്യമുണ്ട്. പിന്നെ ഇതൊരു 2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. സബ്ജാ സീഡ് എന്നും പറയും, ഇതിനെ ബ്ലാക്ക് കസ്കസ് എന്നും പറയും. 4 ഗ്ലാസ് കുലുക്കി സർബത്ത് തയ്യാറാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ കാട്ടുന്നത്. ഒരു 10 മാങ്ങാ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ്, 1/2 കപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മിക്സിയിൽ ഇട്ടിട്ട് 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുപ്പ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഐസ് വാട്ടർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഐസ് ഇട്ടിട്ടാണല്ലോ നമ്മൾ അടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി വേണം നമുക്കിത് കുലുക്കി സർബത്താക്കി തയ്യാറാക്കി എടുക്കാനായിട്ട്. അതിനായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സബ്ജാ സീഡ് കുതിർത്തിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 2-3 പീസാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. പക്ഷേ നേരിയൊരു എരിവേ ഉണ്ടാവുള്ളൂ, വലിയ കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്കിത് കുലുക്കി സർബത്താക്കി തയ്യാറാക്കി എടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു കുപ്പിയുടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ ചില്ലിൻ്റെ കുപ്പി യൂസ് ചെയ്യാം. പ്ലാസ്റ്റിക് കുപ്പി മാക്സിമം അവോയ്ഡ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ കുപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നാരങ്ങയുടെ പീസസൊക്കെ ഇട്ട് കൊടുക്കാം. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പുതിനയില നാരങ്ങയുടെ പീസസൊക്കെ ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പോൾ പുതിനയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് അടയ്ക്കണം. നല്ല ടൈറ്റ് ആക്കിയിട്ട് അടച്ചതിന് ശേഷം നമുക്കിത് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുലുക്കി എടുക്കണം. ഇതുപോലത്തെ ഒരു കുപ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കുലുക്കി എടുക്കാനായിട്ട് പറ്റും. സാധാരണ ഷോപ്പുകളിലാണെങ്കിൽ അവരൊരു ഗ്ലാസ് വെച്ചിട്ട് അടച്ചിട്ടാണ് ഇതുപോലെ കുലുക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ കുപ്പികളിലാണ് കുലുക്കി എടുക്കുന്നത്. ഏത് രീതിയിലാണെങ്കിലും നന്നായിട്ടൊന്ന് കുലുക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ ശരിക്കും നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നന്നായിട്ട് പതഞ്ഞ് വന്നാൽ നല്ല രീതിയിൽ കുലുക്കിയാലേ ഈ രീതിയിൽ പതഞ്ഞ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള പച്ചമാങ്ങ വെച്ചിട്ടുള്ള കുലുക്കി സർബത്ത് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സാധാരണ കുലുക്കി സർബത്തിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുലുക്കി സർബത്താണിത്. അപ്പോൾ നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ, അപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ അധികം പഴുക്കാത്ത മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല പുളിയില്ലാത്ത മാങ്ങ എടുക്കാനായിട്ട് നോക്കി ശ്രദ്ധിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്